സുഹൃത്തുക്കളെ, കാഴ്ച വല്ലാത്തൊരു കാഴ്ച. മലപ്പുറം ചേലേപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പാങ്ങിച്ചേണ്ടി നിന്ന് കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോകണം. അവിടെ എടയൂർ പഞ്ചായത്തിലാണിത്. വളരെ ദയനീയ അവസ്ഥ ഞാൻ കണ്ട കാഴ്ച. ആകെ പൊട്ടിയിട്ട് കുന്ന് താഴോട്ട് പോയി. താഴോട്ട് 40ഓളം ഏകദേശം വീടുകളുണ്ട്. അറപ്പായിട്ട് മുടിക്ക് പൊട്ടി. പക്ഷെ അത് വെള്ളം ഇനിയും ഇറങ്ങിയാൽ ആ പൈട്ടുകൊണ്ടൊന്നും വലിയൊരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. വെള്ളം ഇറങ്ങിയാൽ ഇനിയും അവിടെ ഒലിച്ചു കൊണ്ടേയിരിക്കും. എന്താ ചെയ്യുക? ഇങ്ങനെ മണ്ണ് എല്ലായിടത്തും ഇതിപ്പോൾ ദുരന്തങ്ങൾ കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്ക് സങ്കടമുള്ള വാക്ക് അവിടെ നിന്ന് കേൾക്കാതിരിക്കട്ടെ. ഇപ്പം നമ്മളെ മലപ്പുറത്ത് തന്നെ കണ്ടില്ലെല്ലാവരും അതുപോലെ തന്നെ ഒരു ദുരന്തത്തിലേക്കാണ് ഇത് പോകുന്നത്. മഴ ഇനിയും കൂടുതലുണ്ടായാൽ ഇതെന്തായാലും താഴോട്ടൊന്നിച്ച് പോകും. അപ്പോൾ അവിടെയുള്ള താഴെ താമസക്കാരൊക്കെ ഒഴിവായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഒരു ബന്ധു വീടുകളിലേക്കൊക്കെ രാത്രി ആയാൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ പിന്നെ അവിടെ വന്ന് പായൊക്കെ വിരിച്ചാൽ വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞപ്പോൾ ഓണർ പറയണേ അത് പഠിച്ചോണ്ടാക്കിയതാണ്. പഠിച്ചോന് നിങ്ങൾ തോരുന്നാൽ മതി എന്നാ റെഡിയാവുന്നത്. എന്താ അപ്പം അതൊക്കെ പറഞ്ഞത്? അതിനാൻ്റെ കുടുംബത്തിനും ഇങ്ങനെ വരണ അപ്പോഴതിൻ്റെ ഇത് അറിയുള്ളൂ. എല്ലാ ബന്ധവരോടൊക്കെ പറയാ. വല്ലാത്തൊരവസ്ഥ. ഞാൻ വേറെ വൈക്ക് പോയപ്പോൾ അവിടെ കണ്ടതായിരുന്നു. വലിയ സങ്കടമായി. അവിടുത്തെ ചെക്കന്മാരൊക്കെ അതിൽ നിന്ന് ഇറങ്ങി സജീവായി. കണ്ടില്ല ഈ കുഴിയൊക്കെ നോക്കി, ഇതൊക്കെ കുത്തി ഒലിച്ചാണ് പോയത്. ഇനി ഇത് പോകാനുള്ള വലിയ കുണ്ടായിരിക്കുന്നു. അതേമാതിരി ഈ പായിട്ട് മൂടിയോടത്തൊക്കെ നല്ല നല്ല കിടങ്ങായിരിക്കുന്നു. ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിയാൽ അത് ചെത്തി അങ്ങനെ താഴോട്ട് പോയിക്കോളും. വല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ മനുഷ്യ നിർമ്മിതാലുണ്ടാക്കിയതാണല്ലോ. സ്വയം ഉണ്ടായതല്ലല്ലോ, പഠിച്ചുണ്ടാക്കിയതല്ലോ, പഠിപ്പാളുണ്ടാക്കിയ. അവിടുത്തെ ഒരു കൊറ്റൻ ചെറുപ്പക്കാരെ കൂടിയിട്ടാണ് അവിടെ പായ് വിരിച്ചും ഇതാക്കണം. ഓൽക്ക് ബേജാറുണ്ടാവും. താഴെ ഭാഗത്ത് പോലെ വീടുകളാണ്. ഓരോ മീൻ ബാപ്പിയും ബാക്കിയുള്ളവരാണ് അവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. ഇതിൽ ബേജാറുണ്ടാവും. എന്താ ചെയ്യല? എത്ര കണ്ടാലും കേട്ടാലും ആരും പഠിക്കൂല. ചെയ്യണോലങ്ങനെ ചെയ്യന്നെ, പറയണോലങ്ങനെ പറയന്നെ. എന്താ ഇപ്പോൾ ചെയ്യുക? എന്താ കാട്ടുക? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ദുരന്തങ്ങൾ നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ കണ്ടപ്പോൾ തോന്നിയിട്ടോ. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ കാട്ടിയാൽ ചെയ്യുക? ഇതിനൊക്കെ ഇനി എന്താ ഒരു മാർഗ്ഗങ്ങൾ? പിന്നെ വില്ലേജും പഞ്ചായത്തും വന്നു. അതന്നെ, അത് ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല, ഞങ്ങളിങ്ങോട്ട് പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന പോലെ വൈമാറി. അങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടിയ മറുപടി. ഈ വെള്ളലൊക്കെ കുറച്ചും കൂടി മഴ പെയ്യുകയാണെങ്കിൽ എവിടെ എത്തും? അതിൻ്റെ ശക്തി എത്രയായി കാലം ഇങ്ങനെയൊക്കെയാണ് ഓരോരോ നാട്ടിലും ഇങ്ങനത്തെ അവസ്ഥകൾ. നമ്മൾ സ്വയം വരുത്തി വെക്കണം. പഠിച്ചോനായിട്ട് തരേണ്ടത് വേറെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ചതാണ്. മേലെ കുന്നൻ്റെ ലോഡ് കണക്കിന് മണ്ണാണ് അവിടെ നിന്ന് മാറ്റി. എന്താ ഇപ്പം ചെയ്യുക? അവസ്ഥകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഓണറാണ്. ഓണറായിട്ടും സംസാരിക്കുമ്പോൾ ഓണർ പറയണത് അത് പഠിച്ചുകൊണ്ടാക്കിയാണ്, അങ്ങനെ ആയിക്കോളൂ.